Assalamu alaikum. Good morning, all of you. ഫേസ് ക്യാമ്പസ് വിഭാവനം ചെയ്യുന്ന ഫേസ് ഇന്റൻസീവ് 1 month പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്രാഷ് കോഴ്സ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. കാലം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നവീനമായ കാൽവെപ്പുകളുമായി മുന്നോട്ട് പോകുന്ന ഫേസ് ക്യാമ്പസിന്റെ നൂതനമായ ഒരു സംരംഭമാണ് ഫേസ് ഇന്റൻസീവ്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കേരളത്തിൽ നിന്ന് മലയാളികളായ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് വേണ്ടി രാജ്യ തലസ്ഥാനത്തും മറ്റുമുള്ള പ്രീമിയർ കലാലയങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പോകുന്നത് നമുക്കറിവുള്ള കാര്യമാണ്. പക്ഷേ പുതിയ കാലത്ത് സർവകലാശാല എൻട്രൻസ് പരീക്ഷകളൊക്കെ കുറച്ചധികം മത്സരാധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി, മാർഗ നിർദ്ദേശത്തോടു കൂടി ക്യാമ്പസുകളിലേക്ക് എത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഫേസ് ക്യാമ്പസ് ഈ വർഷം +2 പഠനം, ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഫേസ് ഇന്റൻസീവ് പ്രോഗ്രാമിന് നാന്ദി കുറിക്കുന്നു. ഞാൻ എൻ്റെ ആമുഖം ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഫേസ് ക്യാമ്പസിന്റെ കരുത്തരായ സാരഥി, നമ്മുടെ ചീഫ് മെന്റർ പ്രിയപ്പെട്ട കമാൽകുട്ടി സാറാണ്. സാറ് നമ്മുടെ ഇന്നത്തെ ഇൻസെപ്ഷൻ സെറിമണിയിൽ, ഇനാഗുറേഷൻ സെറിമണിയിൽ സന്നിഹിതനാണ്. സാറെ ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഫേസ് ഇന്റൻസീവ് 1 month കോഴ്സിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യാസീൻ സർ, മറ്റു ചടങ്ങിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഈ കാലത്ത് ഉന്നത കലാലയങ്ങളിലേക്ക് നമ്മളെ വിദ്യാർത്ഥികൾ എത്തിപ്പെടേണ്ടുന്ന ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ ഒരുപാട് അന്വേഷണങ്ങളാണ്. ഇങ്ങനെ ഒരു കോഴ്സ് ഫേസ് ക്യാമ്പസ് ലോഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾ തീർച്ചയായും ഉന്നത കലാലയങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി എൻട്രൻസിൽ തന്നെ നമ്മുടെ ചില വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടുകയും അഡ്മിഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇനി 1 മാസത്തിന്റെ ഉള്ളിൽ നമുക്കറിയാം ജാമിയ മില്ലിയ, അലിഗഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, JNU, ഇഫ്ലു, എറ്റീസ് തുടങ്ങിയ ഒട്ടനേകം രാജ്യത്തെ പ്രധാനമായ കലാലയങ്ങൾ അവരുടെ എൻട്രൻസ് പരീക്ഷകൾ നടത്താനിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷകളുടെയൊക്കെ കൃത്യമായ സിലബസും ചോദ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അതിന് കൃത്യമായ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അതിന് വേണ്ടത് അവർക്ക് ഒരു മാർഗരേഖ വരച്ചു നൽകുക എന്നുള്ളതാണ്. അതിനാണ് ഈ ഉദ്യമത്തിലൂടെ ഫേസ് ക്യാമ്പസ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിന്റെ ആമുഖമായ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് ആമുഖ വിവരങ്ങൾ നൽകുവാൻ വേണ്ടി യാസീൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? യാസീൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ ഫൈൻ.
ഫൈസൽ ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദിനെ അധ്യക്ഷ ഭാഷണത്തിന് ശേഷം അല്ലെ അഭാവത്തിൽ കമാൽക്കുട്ടി സാറെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം. സമയം ഓക്കെ, ഫൈസൽ ഉസ്താദ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് കമാൽക്കുട്ടി സാർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന യാസീൻ സാർ ഒക്കെ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും കോഴ്സ് പ്ലാനും ഒക്കെ നിങ്ങൾക്ക് വരുന്ന സംസാരങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ബഹുമാന്യരായ കമാൽക്കുട്ടി സാറ് ക്ഷണിക്കുകയാണ്. ശേഷം ചടങ്ങിന്റെ നമ്മുടെ ഈ കോഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കൃത്യമായി നടക്കും. എല്ലാവരും വിദ്യാർത്ഥികളെല്ലാവരും അവസാനം വരെ, നമ്മുടെ ഈ ഇന്നത്തെ സെഷന്റെ അവസാനം വരെ സന്നിഹിതരായിരിക്കുക. ഒക്കെ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി കമാൽക്കുട്ടി സാറെ ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. സാറിന്റെ സെഷൻ എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്ഘാടന സെഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഫേസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന ടോപ്പിക്കായ കോംപ്രിഹെൻഷൻ, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് സാറ് സെഷനിൽ പറയും. നിങ്ങൾ കേവലം ഒരു ഉദ്ഘാടന സെഷൻ പോലെ ഇരിക്കരുത്. നമുക്ക് ഓറിയന്റേഷൻ സെഷൻ ഉദ്ഘാടനത്തിന് ശേഷമാണ്. അപ്പൊ സാറ് കൃത്യമായി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കാൻ മറന്നു പോകരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. വെൽക്കം സാർ. ഹലോ ഹലോ സാർ കേൾക്കാം സാർ. ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കൂബ് ഫൈസി ഉസ്താദ്, മുഹമ്മദ് ജാബിർ, മനു പ്രതാപ്, പിന്നെ ഇവിടെ പ്രസന്റേഷനായിട്ട് എത്തിയിരിക്കുന്ന യാസിൻ സാഹിബ്, ഇപ്പം നിങ്ങളോട് സംസാരിച്ച തസ്നീം, അമീർ അലി നൂറാനി, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മാതിരി ജാമിയ മില്ലിയ, അലിഗഡ് എന്നീ 2 കേന്ദ്ര സർവകലാശാലകളും അവരുടെ എൻട്രൻസ് ടെസ്റ്റ് സെപ്പറേറ്റ് ആണ് നടത്തുന്നത്. അതൊഴികെയുള്ള മറ്റ് കേന്ദ്ര സർവകലാശാലകൾ കോമൺ ആയിട്ടാണ് CUCT എന്ന് പറയുന്നത്. അതായത് കോമൺ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റിലേക്ക് നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ അവരെ സന്നദ്ധരാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇത് ഇവിടെ 16 ക്ലാസ് ഉണ്ടാവും, 16 മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ +2ൽപ്പെട്ട 16 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ചേരാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഞാൻ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് BA ഓണേഴ്സ് കോഴ്സിലേക്കാണ് 3 വർഷത്തേക്കുള്ള BA ഓണേഴ്സ് കോഴ്സിലേക്കാണ് പ്രവേശനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതില് ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിലെ ഹൈലൈറ്റ്സ് ഒന്ന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മാതിരി ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, 2 മെന്റൽ അബിലിറ്റി, പിന്നെ സബ്ജക്റ്റുകൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇന്ത്യൻ എക്കോണമി, ജിയോഗ്രഫി മുതലായ സബ്ജക്റ്റും. ഇതാണ് ഈ 1 മാസത്തെ കോഴ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മാതിരി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഞാൻ നേരെ തന്നെ നമ്മുടെ +2 സ്റ്റുഡൻസിന്, +1 +2 സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവരിപ്പോൾ അതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒന്നുകൂടി ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ വളരെ കോംപ്രിഹെൻസീവായിട്ട്, വളരെ ബ്രീഫായിട്ട് ആ കാര്യം, കാരണം വളരെ ദീർഘമായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവർ ഇവിടെയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് ഞാൻ ദീർഘമായി കിടക്കുന്നില്ല. എന്നാലും ഒരു ചെറിയ സ്ഥാനീപുലാഹകന്യായന ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കാനുള്ളത് സിവിൽ സർവീസ് എക്സാമിനേഷന് മെയിൻ്റെ ഒരു ഭാഗമായിട്ട് കമ്പൽസറി ഇംഗ്ലീഷ് എന്നൊരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിനെ കുറിച്ച് ഞാൻ ദീർഘമായി ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ആ പേപ്പറിന്റെ മോഡലിലാണ് മിക്കവാറും ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ മോഡൽ ഉണ്ടാകുക. സിവിൽ സർവീസ് ഇംഗ്ലീഷ് കമ്പൽസറി ഇംഗ്ലീഷ് ഉള്ളത്. അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് ഇതാണ്. ഒന്ന്, ഒരു പാസേജ് തരും. ആ പാസേജ് റീഡ് കെയർഫുള്ളി ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് യുവർ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുക. അതായത് ഒരു പാസേജ് തന്നിട്ട് ദീർഘമായ പാസേജ് ആയിരിക്കും. റീഡ് കെയർഫുള്ളി ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് യുവർ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ.
എങ്ങനെയാണ്? ഇൻ ക്ലിയർ കറക്റ്റ് കൺസൈസ് ലാംഗ്വേജ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ ക്ലിയർ കറക്റ്റ് കൺസൈസ് ലാംഗ്വേജ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അത് എഴുതുന്നത് ക്ലിയർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, കൺസൈസ് ലാംഗ്വേജിലായിരിക്കണം എഴുതേണ്ടത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻസ്, മേക്ക് എ പ്രിസി ഓഫ് ദ ഫോളോയിങ് പാസേജ് ഇൻ അബൌട്ട് 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. അതായത് ഒരു ദീർഘമായ വേറൊരു പാസേജ് തരും, ഏതാണ്ട് 1.5 പേജോളം ഉണ്ടാവും. എന്നിട്ട് അത് പറയാ, അതിന്റെ പ്രസ് എഴുതാൻ പറയും. പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്നത് പ്രസ് എന്ന് പറഞ്ഞാൽ 3-1 കുറക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ പ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കുറക്കുക എന്നുള്ളതല്ല. ആ തന്ന പാസേജിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ദീർഘമായ വിവരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ, അത് ആ പാസേജിന് കോപ്പി അടിക്കൽ ചെയ്യേണ്ടത്. അതാണ് ഇമ്പോർട്ടന്റ്. ചിലർ ആ പാസേജിൽ അതേമാതിരി വെർബാറ്റിയും അതിന് പൊക്കിയെടുക്കും, അങ്ങനെയല്ല അതിന് ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ അത് എഴുതാൻ സാധിക്കണം. ദ പ്രൊസീജർ ഷുഡ് ബി റിട്ടൺ ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. പിന്നെ സിവിൽ സർവീസിന്റെ കാര്യത്തിൽ ഡോണ്ട് ഗിവ് എ ടൈറ്റിൽ എന്ന് പറയുന്നത് അത് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദ പ്രൊസീജർ ഷുഡ് ബി റിട്ടൺ ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. ഇൻ യുവർ ഓൺ ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ സ്വന്തം ഭാഷയിലാണ് എഴുതേണ്ടത്, അല്ലാതെ അവിടെ നിന്ന് കോപ്പി അടിക്കേണ്ടതല്ല. ദെൻ മൂന്നാമത്തത്, ഞാൻ സിവിൽ സർവീസിന്റെ ഇംഗ്ലീഷ് കമ്പൽസറി ഇംഗ്ലീഷിൽ വന്ന ക്വസ്റ്റ്യൻസ് കൂടി പോവുകയാണ്. അതിൽ ഒന്നാമത്തത്, റൈറ്റ് ആൻ എസ്സേ അബൌട്ട് 600 വേർഡ്സ് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ്. അതിന് 100 മാർക്ക് ഉണ്ടാവും. സിവിൽ സർവീസിന് 100 മാർക്ക് ഉണ്ട്. അത് സാധാരണ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ആയിരിക്കും. പിന്നെ റീഡ് കെയർഫുള്ളി ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് യുവർ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇൻ ക്ലിയർ കറക്റ്റ് ആൻഡ് കൺസൈസ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു അത് ഇവിടെ 1, 2, 3, 4, 5 ചോദ്യം ഉണ്ട്. 15 മാർക്കിന്റെ 5 ചോദ്യം ഉണ്ടാവും അതിൽ. പിന്നെ ഉള്ളത്, മേക്ക് എ പ്രൊസീജർ ഓഫ് ദ ഫോളോയിങ് പാസേജ് ഇൻ അബൌട്ട് 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. Don't give a title to it. The procedure should be written in your own language. That is important. In your own language. ഇനി പിന്നെയുള്ളത് ഭൂരിഭാഗവും ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വളരെ തീരെ പ്രയാസമില്ലാത്ത, വളരെ എളുപ്പമായ, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുക. അത് അങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഉണ്ടാകുന്ന എല്ലാം തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വിവിധ വശങ്ങളെ ടച്ച് ചെയ്യുന്നതായിരിക്കും. വിവിധ വശങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേർബ് വിത്ത് സബ്ജക്റ്റ്, പിന്നെ മാറിപ്പോകുന്ന വാക്കുകൾ, പിന്നെ പ്രിപ്പോസിഷൻ, ഇന്റർജെക്ഷൻ, ഇഡിയംസ്, കൺജങ്ഷൻ, പിന്നെ സെന്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസ്, പിന്നെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇങ്ങനെ പൊതുവായിട്ട്, അതായത് ഒരു 10ാം ക്ലാസ് SLC വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. One of the answer was wrong. One of the answer was wrong. ഇതിലെ എന്താ തെറ്റെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? One of the answer was wrong. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം. ഇത് വളരെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. One of the answer was wrong. One of the എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലൂരലാണ് ഉപയോഗിക്കേണ്ടത്. One of the boy എന്ന് പറയില്ല, one of the boys. അപ്പോൾ one of the answers, one of the answers, one of the boys, one of the girls. അപ്പോൾ അതിൽ ഒന്നിനാണ് പ്രധാനം, അല്ലാതെ ബോയ്സിനോ ഗേൾസിനോ അല്ല. എന്നിട്ട് പിന്നെ വരുന്ന വേർബ്, ആ വേർബ് ഈസ്, വാസ്, ആർ, വേർ. ഈസ്, വാസ്, ആർ അതായത് സിംഗുലർ വേർബ് ആയിരിക്കണം. കാരണം ഇവിടെയുള്ള സബ്ജക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അത് അഗ്രിമെന്റ് ഓഫ് ദ വേർബ് വിത്ത് സബ്ജക്ട്. ഇവിടെ വേർബ് എന്ന് പറഞ്ഞാൽ ടു ബീന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. ടു ബീന്റെ ഡിഫറെന്റ് ഫോംസ് പറഞ്ഞാൽ ഈസ്, ആം, ആർ, ഇതെല്ലാം ടു ബീന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. അതിൽ ഇവിടെ സബ്ജക്ട് 1 ആണ്. അപ്പൊ 1 അഗ്രി ചെയ്യുന്നതാണ് ടു ബീന്റെ സിംഗുലർ ഫോമാണ്, അതായത് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ വരുമ്പോൾ one of the answers was wrong. അപ്പൊ ആൻസർ അല്ല, ആൻസേഴ്സ്. One of the boys is absent അല്ല, one of the boys are absent അല്ല, one of the were absent അല്ല, one of the boys was absent. അതാണ് അതൊന്ന്. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ഉണ്ട്, ഇംഗ്ലീഷിലെ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട്. നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ഈ കൗണ്ടബിൾ നൗൺസ് UA, അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ടാവും. അതിൽ കാണുന്ന ഒരു ഉദാഹരണം ഇതാണ്. യു ഷുഡ് ബൈ ന്യൂ ഫർണിച്ചേഴ്സ് ഫോർ യുവർ ഹൗസ്.
you should buy new furnitures for your house. Furniture എന്നുള്ളത് noun uncountable ആണ്. അതായത് അതേമാതിരി അത് പ്ലൂരലിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ you should buy new furnitures അല്ല, new pieces of furniture. You should buy new pieces of furniture for your house. അപ്പോൾ ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, ഫർണിച്ചേഴ്സ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല. അതുമാതിരിയുള്ള മെഷീൻസിന് ഉപയോഗിക്കും, മെഷീൻസിന് ഉപയോഗിക്കും, മിഷനറീസിന് ഉപയോഗിക്കില്ല. അങ്ങനെ കുറെ വാക്കുണ്ട്. അത് അതിന്റെ പ്ലൂരൽ ഫോമിൽ ഉപയോഗിക്കില്ല. അത് ഇൻഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കില്ല, ഇൻഫർമേഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇൻഫർമേഷൻസിന് പ്ലൂരൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ യു ഷുഡ് ബൈ ന്യൂ പീസസ് ഓഫ് ഫർണിച്ചർ ഫോർ യുവർ ഹൗസ്. ഇനി വേറൊന്ന് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. ഈ സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് ഒരു സെന്റൻസിന്റെ ഏത് ഒരു ഡാഷ് ഉണ്ടാവും, അതിന്റെ ബാക്കി അവിടെ ഉണ്ടാവും. ഉദാഹരണം ഇവിടെ കൊടുക്കുന്ന ഒരു വാക്ക് ഹാർഡ് വർക്ക് ഈസ് ടെല്ലിംഗ് യുവർ ഹെൽത്ത്. ഹാർഡ് വർക്ക് ഈസ് ടെല്ലിംഗ് ഡാഷ് യുവർ ഹെൽത്ത്. അപ്പോൾ ടെല്ലിങ്ങും ഹെൽത്തിന്റെ യുവർ ഹെൽത്തിന്റെ ഇടയിൽ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ആ വാക്ക് എന്തായിരിക്കും? ഇവിടെയാണ് നമ്മൾ ഇത് ഫ്രൈസൽ വെർബ്സ് അതുമാതിരിയുള്ള പ്രിപ്പോസിഷൻസിനെല്ലാം പ്രാധാന്യം ഇവിടെയാണ്. മാത്രമല്ല ഇഡിയംസ്, ഇവിടെ ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഇവിടെ നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ നമ്മൾ മനസ്സിൽ കരുതണം. ഹാർഡ് വർക്ക് ഈസ് ടെല്ലിംഗ് യുവർ ഹെൽത്ത് എന്ന് വെച്ചാൽ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് മൂലം നിങ്ങളുടെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ വാക്ക് എന്താ? ടെല്ലിങ്ങിന് ശേഷമുള്ള ഇതാണ് ഹാർഡ് വർക്ക് ഈസ് ടെല്ലിംഗ് അപ്പോൺ യുവർ ഹെൽത്ത്. ടു ടെൽ അപ്പോൺ എന്ന് പറഞ്ഞാൽ ടു എഫക്റ്റ് ഇൻ എ ബാഡ് വേ. അതാണ് ഹാർഡ് വർക്ക് ഈസ് ടെല്ലിംഗ് അപ്പോൺ യുവർ ഹെൽത്ത്. ഇനി അടുത്ത വേറൊരു വാക്ക് ഞാൻ വളരെ സെലക്റ്റഡ് ആയിട്ട് മാത്രമേ വായിക്കുന്നു. നമ്മൾ സാധാരണ തെറ്റ് വരുന്നതും വളരെ ഈ പരീക്ഷയല്ല, എല്ലാ പരീക്ഷയ്ക്കും നിർബന്ധമായിട്ട് വരുന്നതുമായ ചില വാക്കുകൾ. ദ ലേഡീസ് ദ ഹെയർ ഡാഷ് എ ലാർജ് എസ്റ്റേറ്റ്. ദ ലേഡി ഈസ് ദ ഹെയർ. ഹെയറിന്റെ സ്പെല്ലിങ് HEIR അല്ല, HEIR. ഈ ഹെയറിനുള്ളിൽ മലയാള അർത്ഥം എന്താണ്? അനന്തരാവകാശി. ദ ലേഡി ഈസ് ദ ഹെയർ dash a large estate. Here a it will be always followed by the preposition to. Here to. നമ്മൾ senior to junior to എന്ന് പറഞ്ഞ മാതിരി hair to. അപ്പൊ ഇവിടെ രണ്ട് വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഒന്ന് ഹെയർ, നമ്മൾ രണ്ടാമത് സപ്ലൈ ചെയ്യുന്ന ടു. ഈ ഹെയറിനുള്ളത് വേറെ പല ഹെയറും ഉണ്ട്, HEIR അങ്ങനെ തുടങ്ങുന്ന പല ഹെയറും ഉണ്ട്. അതിന് വ്യത്യസ്തമാണ് ഈ HEIR. HARE ഹെയർ ഉണ്ട്, അങ്ങനെ പല ഹെയർ ഉണ്ട്. പക്ഷെ HAIR ഹെയർ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള ഇത് HEIR ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി. ഹെയർ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദ പ്രിപ്പോസിഷൻ ടു. ഇനി അടുത്തത് ഐ വാസ് ഡിസ്കസ്ഡ് ഡാഷ് ഇസ് ബിഹേവിയർ. ഐ വാസ് ഡിസ്കസ്റ്റഡ് ഡാഷ് ഇസ് ബിഹേവിയർ. എന്താ അവിടെ വേണ്ടത്? വിത്ത്. ഡിസ്കസ്ഡ് വിത്ത് ഇസ് ബിഹേവിയർ. ഡിസ്കസ്റ്റഡ് വിത്ത്. ഡിസ്കസ്ഡ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ വിത്ത്. അതിനുശേഷം വേറെ വാക്ക് വരികയാണ് ഐ വാസ് ഡിസ്കസ്റ്റഡ് വിത്ത് ഇസ് ബിഹേവിയർ. ഇനി വേറൊന്ന് use the correct forms of the verbs given in brackets. അതിലൊരു ഉദാഹരണം the teacher said ബ്രാക്കറ്റിൽ be stationary. ഞാൻ നേരത്തെ പറഞ്ഞു to be different forms എന്താണ്? am, are, is, was, were, were. were ഇതെല്ലാം to be in the different forms. പിന്നെ has been മുതലായ കാര്യങ്ങൾ. the teacher said that the sun be stationary. എന്താ അതിന്റെ ഉദാഹരണം? അല്ല അതിന്റെ ആൻസർ എന്തായിരിക്കും? The teacher said. ഈ സെഡ് ഇത് ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ഒന്ന് മെയിൻ ക്ലോസ്, ഒന്ന് മെയിൻ ക്ലോസ്, രണ്ട് സബ് ക്ലോസ്. ഈ മെയിൻ ക്ലോസ് എന്താണ്? ടീച്ചർ സെഡ്. പിന്നെ ദ സൺ ഉണ്ട് ബ്രാക്കറ്റ് ബി. ബിന്റെ ഡിഫറെന്റ് ഫോംസ് നമ്മൾ മനസ്സിലായി. ബി സ്റ്റേഷനറി. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ക്ലോസ് ഉള്ള ഒരു കോമ്പൗണ്ടോ കോംപ്ലക്സോ സെന്റൻസിൽ മെയിൻ ക്ലോസിലെ വേർബ് അതേ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിലായിരിക്കണം സബ് ക്ലോസിലെ വേർബും, അതായത് അതിന്റെ ടെൻസ്. ഇവിടെ ടീച്ചർ സെഡ് എന്താണ്? ഫസ്റ്റ് ടെൻസ്. അപ്പൊ ദാറ്റ് ദ സൺ ബീന്റെ ദ സൺ വാസ് സ്റ്റേഷനറി. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ വാസ് സ്റ്റേഷനറി. ഇത് സാധാരണ നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ സെഡ് ദാറ്റ് ശ്രീ നരേന്ദ്രമോദി വാസ് ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് ശരി. അപ്പൊ നമ്മൾ ചോദിക്കൂ, നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ അല്ലേ, പിന്നെ ഇതിനെ വാസ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് ഇവിടെ മെയിൻ ക്ലോസിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറവും പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഈ സെഡ് ദാറ്റ് ശ്രീ നരേന്ദ്രമോദി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അല്ലാതെ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി വേറൊന്ന്
വേറൊന്ന് he dash suffer from fever for 5 days. ഇവിടെ നോക്ക് 4-5 days. ഇവിടെയുള്ള 4ൻ്റെ 4 സിൻസ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 വാക്കുകളാണ് 4ഉം സിൻസും. 4 സിൻസ് നമ്മുടെ വ്യത്യാസം എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരുമ്പം സിൻസ് ഉപയോഗിക്കും, ആ സമയം പീരിയഡ് ഓഫ് ടൈം വരുമ്പം 4 ഉപയോഗിക്കും. ഇതിൽ ഉദാഹരണം ഈ സഫർ ബ്രാക്കറ്റ് സഫർ ഫ്രം ഫീവർ ഫോർ 5 days. അപ്പൊ ഇവിടെയുള്ള സഫറിന്റെ ഈ വരുന്ന എന്താണ്? ഈ ഹാസ് ബീൻ സഫറിങ്. ഈ ഉള്ളത് കൊണ്ടാണ് ഹാസ് ബീൻ. he has been suffering from fever for 5 days. He has been suffering from fever for 5 days. 4-5 days പറഞ്ഞാൽ ഏത് 5 ദിവസം ആകാം, ഒരു പെർട്ടിക്കുലർ 5 ദിവസം അല്ല, ഏതോ 5 ദിവസം ആകാം. പക്ഷെ ക്രിസ്മസ് മുതൽ അവൻ ഇത് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പനി പിടിച്ചിരിക്കുന്ന നമ്മൾ എന്ത് പറയും? he has been suffering since Christmas. അതാണ് സിൻസ്, SINC. സിൻസും 4ഉം തമ്മിൽ എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന 2 പ്രയോഗങ്ങളാണ് സിൻസിന്റെയും 4ന്റെയും പ്രയോഗങ്ങൾ. he has been suffering from fever. കാര്യങ്ങൾ സഫർ എപ്പോഴും സഫറിന്റെ ഫ്രം ആണ്. I am suffering from headache. I am always followed by the preposition from എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതല്ല ഇമ്പോർട്ടന്റ്. ഇവിടെ he has been suffering from fever for 5 days. ഇനി വേറൊന്ന്, പിന്നെ വേറെ റൈറ്റ് ദ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആന്റോണിംസ് ഓഫ് ദ ഫോളോയിങ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എതിർവാക്കുകൾ. ഒരു വാക്ക് തരും, അതിന്റെ എതിർവാക്ക് എഴുതേണ്ടി വരും. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിൽ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ട് ഉദാഹരണം പാർഷ്യലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇമ്പാർഷ്യൽ. പക്ഷെ എല്ലാറ്റിനോടും ഇമ്പ് ചേർത്താൽ ഓപ്പോസിറ്റ് ആവില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റെറൈൽ എതിർവാക്ക് ഫെർട്ടൈലാണ്. FERTILE, സ്റ്റെറൈൽ ലാൻഡ്, ഫെർട്ടൈൽ ലാൻഡ്. അപ്പോൾ ആന്റോണിംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം ഇത് പിന്നീട് പ്രിഫിക്സ് സാധിക്കും, പക്ഷെ എപ്പോഴും ഉണ്ടാക്കാൻ സാധിക്കില്ല. പാർഷ്യൽ ഇമ്പാർഷ്യൽ ആയിരിക്കും, പക്ഷെ സ്റ്റെറൈലിൻ്റെത് ഇൻസ്റ്റെറൈൽ അല്ല, അത് ഫെർട്ടൈൽ ആയിരിക്കും. ഇനി അടുത്തത്, റീറൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ആസ് ഡയറക്റ്റഡ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അതായത് ഇവിടെ കൊടുത്ത സെൻസിന്റെ അർത്ഥം തെറ്റിക്കാത്ത, അർത്ഥം മാറ്റാത്ത വിധത്തിൽ എഴുതുക. ഇത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നോട്ട് ഇന്റലിജന്റ്, ഫുൾ സ്റ്റോപ്പ്, he was not industrious. എന്നിട്ട് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് നീദർ നോർ. നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് നീദർ നോർ, ഐദർ ഓർ എങ്ങനെ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം he was not industrious എന്ന് നീദർ നോർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? he was neither nor industrious. he was neither intelligent, industrious. അങ്ങനെയാണ് നീദർ നോർ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു വാക്കുണ്ട്, ഇൻഡസ്ട്രിയസ്. സാധാരണ നമ്മൾ തെറ്റിക്കുന്ന പല വാക്കുകളൊന്നാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുന്ന പല വാക്കുകളൊന്നാണ് ഇൻഡസ്ട്രിയസ്. വേറൊരു വാക്കുണ്ട് ഇൻഡസ്ട്രിയൽ. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് അല്ല. ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രീസ്, വ്യവസായമായി സംബന്ധിക്കുന്നത്. നമ്മുടെ എക്കണോമിക്കൽ എന്ന് പറയും, ജുഡീഷ്യസ് ആൻഡ് ജുഡീഷ്യൽ. ഇങ്ങനെ നമ്മൾ തെറ്റിക്കുന്ന ധാരാളം വാക്കുകൾ, കുറച്ച് വാക്കുകൾ ഞാൻ പെട്ടില്ല, ഇങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഈ വാക്കുകൾ വേർതിരിച്ചറിയണം, ഇതിന്റെ അർത്ഥം വേർതിരിച്ചറിയണം. അങ്ങനെയുള്ള വാക്കുകൾ ഒന്നാണ് ഇൻഡസ്ട്രി. നമ്മൾ മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ്, ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രീസ്. അതുമാതിരി എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ത്രിഫ്റ്റി. എക്കണോമിക്കൽ പറഞ്ഞാൽ ത്രിഫ്റ്റി. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ ടോപ്പിക് എക്കണോമിക്സ്. ദെൻ അതുമാതിരി ഞാൻ കുറച്ച് മാത്രമേ ഉള്ളൂ. ദ ബർഡൻ വാസ് ടു ഹെവി ഫോർ ദ ഓൾഡ് മാൻ ടു ക്യാരി. റിമൂവ് ടു എന്ന് പറഞ്ഞാൽ TOO. ഒന്നുകൂടി ഞാൻ സെന്റൻസ് വായിക്കാം. ദ ബർഡൻ വാസ് ടു ഹെവി. ടു ഉപയോഗിക്കുന്ന എപ്പോഴും സിമ്പിൾ സെന്റൻസിലാണ് ടു ഉപയോഗിക്കുക. അത് കോമ്പൗണ്ട് സെന്റൻസോ
അല്ലെങ്കിൽ കോംപ്ലക്സ് ആകുമ്പോൾ ടു ആണ് മാറ്റേണ്ടി വരും. ഇവിടെ പറഞ്ഞ എന്താണ്, മാറ്റിയാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? The burden was so heavy that the old man could not carry. So heavy that the old man could not carry. So that notum to so that note മാറിയാൽ to വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രയോഗങ്ങൾ to and so that note. Then പിന്നെ വേറൊരു ചോദ്യം, യൂസ് ദ ഫോളോയിങ് വേർഡ്സ് ടു മേക്ക് സെന്റൻസസ് ദാറ്റ് ബ്രിങ് ഔട്ട് ദർ മീനിങ് ക്ലിയർലി, ഡോണ്ട് ചേഞ്ച് ദ ഫോം ഓഫ് ദ വേർഡ്സ്. ചില വാക്കുകൾ കൊടുക്കും, എന്നിട്ട് അതിന്റെ അർത്ഥമാക്കുന്ന വിധത്തിൽ നിങ്ങൾ സ്വന്തം മലയാളത്തിൽ നിന്ന് വാചകത്തിൽ ഉപയോഗിക്കുക. ഒരു വാക്ക് തരും, ആ വാക്ക് വാചകത്തിൽ ഉപയോഗിക്കും. വാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന്റെ മീനിങ് മാറാൻ പാടില്ല. നോ മാർക്സ് വിൽ ബി ഗിവൺ ഫോർ വേഗ് ആൻഡ് ആംബിഗസ് സെന്റൻസസ്. അത് വളരെ ഇമ്പോർട്ടന്റ്. നോ മാർക്സ് വിൽ ബി ഗിവൺ ഫോർ വേഗ് ആൻഡ് ആംബിഗസ്. തന്നെ ഇത് ആൻസർ എഴുതിയാൽ അതിന് മാർക്കില്ല, നെഗറ്റീവ് മാർക്കുണ്ട്. പക്ഷെ ഇവിടെ നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. ഉദാഹരണം കണ്ടേജിയസ്. പടരുന്ന കണ്ടേജിയസ് ഡിസീസ്. പക്ഷെ ഡിസീസിന് മാത്രമല്ല കണ്ടേജിയസ് ഉപയോഗിക്കുക, പകരുന്ന എന്തിനും കണ്ടേജിയസ് ഉപയോഗിക്കും. ഈസ് ഒപ്റ്റിമിസം ഈസ് കണ്ടേജിയസ്. ഈസ് ഒപ്റ്റിമിസം ഈസ് കണ്ടേജിയസ്. നല്ല അർത്ഥത്തില് കണ്ടേജിയസ് ഉപയോഗിക്കും. ഈസ് ഒപ്റ്റിമിസം ഈസ് കണ്ടേജിയസ് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഇതുണ്ടല്ലോ ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, അത് കണ്ടേജിയസ് ആണ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക്, അദ്ദേഹത്തോട് ഇടപെടുന്ന ആൾക്കാർക്ക് ഒക്കെ തന്നെ അവരും ഒപ്റ്റിമിസ്റ്റിക് ആവും. ഇദ്ദേഹത്തിന്റെ ഒപ്റ്റിമിസം കണ്ടേജിയസ്. കണ്ടേജിയസ് ഡിസീസ് മാത്രമല്ല നല്ല ഗുണങ്ങളും കണ്ടേജിയസ് ആകാം. അപ്പോൾ അത് കണ്ടേജിയസ് എന്നുള്ള വാക്ക് അത് ഉപയോഗിക്കും. പിന്നെ മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അത് ഒരു വാക്ക് കൊടുക്കും, ആദ്യം രണ്ട് വാക്ക് കൊടുക്കും, അതിൻ്റെ ഒരു ഡാഷ് ഉണ്ടാവും, പിന്നെ അപ്പുറം വേറൊരു വാക്കുണ്ടാവും. അപ്പോൾ ഈ ഡാഷ് പൂരിപ്പിക്കാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇന്റർ സെന്റൻസ് വരുമ്പോൾ അതിന്റെ ഞാൻ ഇപ്പൊ അത് വ്യക്തമായി പറയാം, എങ്ങനെയാണ് അതിന്റെ പ്രയോഗത്തിൽ എങ്ങനെയാണ് ആൻസർ ചെയ്തതെന്ന്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നത്, ഈ റിമൈൻഡ് ഡാഷ് ടു സീറ്റ്. ഈ റിമൈൻഡ് ഡാഷ് ടു ഇസ് സീറ്റ്. അപ്പൊ അതിൽ അവിടെ ആ ഡാഷ് അല്ലെങ്കിൽ ആ ഭാഗം വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട ഏത് വാക്കാണ് താഴെ വരുന്നുണ്ട്. അത് ബ്രാക്കറ്റിൽ ഗ്ലൗഡ്, GLUED, ഈ രണ്ട് വാക്കാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാ വേണ്ടത്? ഈ റിമൈൻഡ് ഗ്ലൂഡ്, GLUED, ഗ്ലൂഡ് ടു സീറ്റ്. ആ സീറ്റിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട്, സീറ്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന പേടിച്ചിട്ട് സീറ്റിൽ പറ്റിപ്പിടിച്ചിട്ട് ആളിരിക്കുകയാണ്. ഈ റിമൈൻഡ് ഗ്ലൂഡ് ടു സീറ്റ്. ഇനി ഇതിനെങ്ങനെ നിങ്ങൾ ആൻസർ എഴുതുക? ആൻസർ എഴുതുമ്പം അവിടെ ഗ്ലൂഡ് എന്ന് മാത്രം ഒന്ന്, ഇപ്പൊ ഉദാഹരണം ഇത് സി ഉള്ള സെക്ഷനിൽ ഒന്നാണ്. അപ്പൊ C1 ഗ്ലൂഡ് എന്ന് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതുന്നതിന് പകരം ഈ റിമൈൻഡ് ഗ്ലൂഡ് ടു സീറ്റ് എന്ന മുഴുവൻ എഴുതണം, അത് പകർത്തി എഴുതണം. എന്നിട്ട് നിങ്ങൾ എഴുതുന്ന വാക്ക്, നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന വാക്ക് ഏതാണ് മുഴുവനും അതേമാതിരി എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന വാക്കിന്, അതായത് നിങ്ങൾ അപ്രോപ്രിയേറ്റ് വാക്കിന് നിങ്ങൾ കരുതുന്നത് അണ്ടർലൈൻ ചെയ്യുക. അല്ലാതെ CA ഗ്ലൂഡിന്ന് അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ ചില മാർക്ക് കിട്ടില്ലെന്ന് വരും. ഇനി അടുത്തത് നമ്മൾ സാധാരണ തെറ്റിക്കുന്ന രണ്ട് വാക്കുകൾ, LO ലൂസ്, പിന്നെ LOOSE ലൂസ്. രണ്ടിന്റെയും പ്രൊനൗൺസിയേഷൻ ഏതാണ്ടെന്ന് പറയാൻ ലൂസ് തന്നെയാണ്. LOSE ലൂസ്, വേറെ LOSS ഉണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. LOSE ലൂസ്, LOOSE ലൂസ്. നമ്മൾ സാധാരണ തെറ്റിക്കുന്ന രണ്ട് വാക്കാണ്. രണ്ടിന്റെ പ്രൊനൗൺസിയേഷൻ ഒരേ മാതിരിയാണ്, പക്ഷെ തെറ്റിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ യു ഷുഡ് വെയർ WAR ഡാഷ് ഗാർമെന്റ്സ് ഇൻ സമ്മർ, ഡാഷ് ഗാർമെന്റ്സ് ഇൻ സമ്മർ. അതായത് സമ്മറിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. യു ഷുഡ് വെയർ ഡാഷ് ഗാർമെന്റ്സ് ഇൻ സമ്മർ. ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് LOSE ലൂസ് എന്ന് പറഞ്ഞാൽ അയഞ്ഞ. മറ്റേ ലൂസ് അതല്ല, മറ്റേ ലൂസിന് അർത്ഥം പറയാണ്. ഈ LOSE എന്നുള്ളത് അയഞ്ഞാണ് അർത്ഥത്തിൽ. ദെൻ അടുത്തത് നെക്സ്റ്റ്, ദ പ്ലെയർ വാസ്, പ്ലെയർ എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, ക്രൈയിങ് ഡാഷ് ഫുൾ സ്റ്റോപ്പ്. അവിടെ ഉപയോഗിച്ച വാക്ക് FOUL. ഇതും കൺഫ്യൂഷൻ കാരണം ഫൗളും
അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫൗളാണ്, FOUL. There was crying foul. ഇനി അടുത്തത്, use the following idioms or phrases in sentences of your clearly. Don't change the form of the verb. Go berserk ഇഡിയമാണ്, at sea ഇഡിയമാണ്, ഇൻസ് ആൻഡ് ഔട്ട്സ് ഇവിടെ കൊടുത്തുള്ള മറ്റു ചില വാക്കുകളാണ്, അതെല്ലാം ഇഡിയമാണ്. അതേസമയം വിത്ത് എ വ്യൂ ടു ഇഡിയമല്ല, അതൊരു ഫ്രൈസ് ആണ്. വിത്ത് എ വ്യൂ ടു വരുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? അത് ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്ത് എ വ്യൂ ടുവിന് ശേഷം വരുന്ന എല്ലാം INGയില് came here with a view to studying hard. With a view to study hard അല്ല, he came here, he joined a phase with a view to studying hard. With a view to is always followed by ING form. Then ins and outs. Ins and outs എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Ins and outs എന്ന് ഒരു ഫ്രൈസ് ആണ്, അല്ലെ ഇഡിയമാണ്. ഇൻസ് ആൻഡ് ഔട്ട്സ് എല്ലാം തറളി എല്ലാം ഉള്ളത്. ഈ ന്യൂ ദ ഇൻസ് ആൻഡ് ഔട്ട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ന്യൂ ദ ഇൻസ് ആൻഡ് ഔട്ട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അതാണ് ഇൻസ് ആൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ഫുൾ എന്ന അർത്ഥത്തിലാണ് ഇൻസ് ഔട്ട്സ് ഉപയോഗിക്കുക. അത് ഇഡിയമാണ്. അതേസമയം വിത്ത് വീട്ടുള്ളത് ഫ്രൈസ് ആണ്. ഇനി വേറെ ചില മറ്റൊരു പേപ്പറിന് എടുത്തു പറയും. ഇത് ഞാൻ എന്താ പറയുക, ഇത് സ്ഥാലീപുരാഗ ന്യായന 1-2 വറ്റെടുത്തിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കോംപ്രിഹെൻസീവ് ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ഏതാ നിങ്ങളെ പ്രാപ്തരാക്കാൻ, മറ്റെല്ലാ ടെസ്റ്റുകൾക്കും ഇത് വരുന്നതാണ്. ഉദാഹരണം, യൂസ് ദ കറക്റ്റ് ഫോംസ് ഓഫ് ദ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. എന്നിട്ട് ഭാഗവും ഇഡിയംസ് ആണ്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്ത്, മെൻ ഓഫ് സ്ട്രോ ആർ നോട്ട് ഇൻ ദ സൊസൈറ്റി. മെൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോൽ മനുഷ്യൻ എന്ന് വെച്ചാൽ വലിയ വ്യക്തിത്വം. മെൻ ഓഫ് സ്ട്രോ വലിയ വ്യക്തിത്വം ഇല്ലാത്ത ആള്, ഏത് ഭാഗത്തേക്കോ ആടുന്നയാള്, ഉറച്ച അഭിപ്രായമില്ലാത്ത ആൾ, അതാണ് മെൻ ഓഫ് സ്ട്രോ. മെൻ ഓഫ് ആർ നോട്ട് ഡാഷ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ അവിടെ ഒരു വാക്കാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ആ വാക്ക് ബ്രാക്കറ്റിൽ കൊടുത്ത റെസ്പെക്ട്, അതിനൊരു ഫോമാണ് ഏത്? ദ മെൻ ഓഫ് സ്ട്രോ ആർ നോട്ട് റെസ്പെക്ട്ഫുൾ അല്ല, റെസ്പെക്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ദ മെൻ ആർ നോട്ട് റെസ്പെക്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ആർ നോട്ട് വന്നാൽ പിന്നെ വരുന്നത് എന്താണ്? പാസീവ് വോയിസ് ആയിരിക്കും. ദ മെൻ ഓഫ് സ്ട്രോ ആർ നോട്ടഡ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ അത് ആക്റ്റീവ് വോയിസ് ആക്കുമ്പോൾ എന്ത് വരും? ദ സൊസൈറ്റി ഡസ് നോട്ട് റെസ്പെക്ട് ദ മെൻ ഓഫ് സ്ട്രോ. അതാണ് ആക്റ്റീവ് വോയിസ്. ദ സൊസൈറ്റി ഡസ് നോട്ട് റെസ്പെക്ട് ദ മെൻ ഓഫ് സ്ട്രോ. പാസീവ് വോയിസ് വരുമ്പം ദ മെൻ ഓഫ് സ്ട്രോ ആർ നോട്ട് റെസ്പെക്റ്റഡ്. പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന 2 വാക്കാണ് റെസ്പെക്റ്റബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. ഈ എന്താ വ്യത്യാസം? റെസ്പെക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഡിസേർവിങ് റെസ്പെക്ട്, അതായത് ആദരവ് അറിയിക്കുന്ന. റെസ്പെക്ട് എന്ന് പറഞ്ഞാല് ഷോയിങ് റെസ്പെക്ട്. ഉദാഹരണമായിട്ട്, ഈസ് എ റെസ്പെക്റ്റബിൾ മാൻ, ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ ഈസ് എ റെസ്പെക്റ്റബിൾ മാൻ. പക്ഷെ ഈ സാറ്റ് അറ്റ് എ റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ്, അതായത് അദ്ദേഹം ഉസ്താദിന്റെ അടുത്തിരുന്നില്ല, ഉസ്താദിനോട് ബഹുമാനമുള്ളത് കൊണ്ട് കുറെ ദൂരെ ഇരുന്നു. അപ്പൊ ഈ സാറ്റ് അറ്റ് എ റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഉസ്താദ്. അപ്പൊ ഷോയിങ് റെസ്പെക്ട്. റെസ്പെക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഡിസേർവിങ് റെസ്പെക്ട്. അതാണ് റെസ്പെക്ട്ഫുള്ളും റെസ്പെക്ട്. അത് ഇവിടെ ആനുഷംഗികമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ നമ്മുടെ ഉദ്ദേശം ദ മെൻ ഓഫ് സ്ട്രോ ആർ നോട്ട്. അതന്നെ വേറൊന്ന് വാക്ക്, you rewrite the following sentences directly without changing the meaning. ഇതിനൊക്കെ ഒന്നിന് 1 മാർക്കാണ്. ഈ wanted to get a rise എന്ന് പറഞ്ഞാൽ RAISE. റൈസും കൺഫ്യൂഷൻ ആക്കാണ്. കുറെ റൈസ് ഉണ്ട്, RISE ഉണ്ട്, RAISE ഉണ്ട്, അങ്ങനെ RIZ ഗെറ്റ് എ റൈസ്. 2 വാക്കാ ഉള്ളത്, 2 സിമ്പിൾ സെന്റൻസ് ആണ്. ഈ വാണ്ടഡ് ടു ഗെറ്റ് എ റൈസ്, ഈ ഹാഡ് ടു സ്റ്റഡി അക്കൗണ്ട്. അപ്പൊ യൂസ് ഇൻ ഓർഡർ ടു അതിന് ഉപയോഗിക്കുമ്പോൾ ഇൻ ഓർഡർ ടു നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് ഇൻ ഓർഡർ ടു. അപ്പോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ റൈസ് ഈ ഹാഡ് ടു സ്റ്റഡി അക്കൗണ്ടിങ്. ഇൻ ഓർഡർ ടു ഗെറ്റ് എ റൈസ് അക്കൗണ്ടിങ് നേരെ കുറച്ച് ഐ ഹാഡ് ടു സ്റ്റഡി അക്കൗണ്ടിങ്
ഇൻ ഓർഡർ ടു ഗെറ്റ് രണ്ടും ആകാം, മുമ്പിലും ആകാം പിന്നിലും ആകാം. ഇൻ ഓർഡർ ടു ഗെറ്റ് അക്കൗണ്ടിങ്. അപ്പൊ ആ സെന്റൻസ് എന്താണ്? അത് സിമ്പിൾ സെന്റൻസ് ആയി മാറി. നേരത്തെ രണ്ട് സിമ്പിൾ സെന്റൻസ് കൂട്ടി യോജിപ്പിക്കുന്നത് ഇൻ ഓർഡർ ടു ഉപയോഗിച്ചിട്ട്. ഇൻ ഓർഡർ ടു he studied he wanted to get a rise, he had to study accounting. In order to get a rise, he had to study accounting. Then the വേറെ സെന്റൻസ് ചേഞ്ച് ഇൻ സിമ്പിൾ കോംപ്ലക്സ് സെന്റൻസ് തന്നിട്ട് എന്താ ഈ കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് തമ്മിൽ വ്യത്യാസം? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിൾ സെന്റൻസ് ഏതെങ്കിലും ഒരു ബട്ടോ ഒരു ആൻഡോ കൊണ്ട് യോജിപ്പിക്കുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. പക്ഷെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ഒരു സബ് ക്ലോസ് ഉണ്ടാകുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ്. ഇവിടെ നമുക്ക് ദ ഗേൾ വർക്ക്ഡ് ഹാർഡ് ബട്ട് ഷീ ഡിഡ് നോട്ട് സക്സീഡ്. ചേഞ്ച് ഇൻ സിമ്പിൾ സെന്റൻസ്. ദ ഗേൾ വർക്ക്ഡ് ഹാർഡ് ബട്ട് ഷീ ഡിഡ് നോട്ട് സക്സീഡ്. ദ ഗേൾ വർക്ക്ഡ് ഹാർഡ് പെൺകുട്ടി കഠിനമായി അധ്വാനിച്ചു, ബട്ടാണ് അവിടെ അത് കണക്ട് ചെയ്തത്. ബട്ട് ഷീ ഡിഡ് നോട്ട് സക്സീഡ് എന്ന്. പക്ഷെ അവള് ജയിച്ചില്ല. അതെങ്ങനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കുക? ഇൻ സ്പൈറ്റ് ഓഫ് ഹാർഡ് വർക്ക് ദ ഗേൾ did not succeed. In spite of hard work the girl did not succeed. അവിടെ എന്താ ഉപയോഗിക്കുന്നത് നമ്മൾ? ഇൻ സ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വക്ത് എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് ഇൻ സ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്. ഇൻ സ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോ ഇറ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഓഫ്. പക്ഷെ ഡെസ്പൈറ്റ് ഓഫ് ഇല്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഫോളോഡ് ബൈ ഓഫ് മീനിങ് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇൻ സ്പൈറ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഓഫ്, ബട്ട് ഡെസ്പൈറ്റ് ഈസ് നോട്ട് ഫോളോഡ് ബൈ ഓഫ്. അതാണ് ഡെസ്പൈറ്റും ഇൻ സ്പൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി വേറൊരു ഉദാഹരണം. വി ആർ. ഇനി നമ്മൾ തെറ്റിക്കുന്ന രണ്ട് വാക്കുകളാണ് ഗ്രാറ്റിഫൈഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. GRATEFUL എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദിയോട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. ഗ്രേറ്റ്ഫുൾ ഈസ് ഫോളോഡ് ബൈ ടു. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷെ അതോടൊപ്പം അതുമായിട്ട് ഏതാണ്ട് സിമിലർ ആയ ഒരു വാക്കാണ് ഗ്രാറ്റിഫൈഡ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന അവളാണ്. We are to dash to learn that the president has given his assent to the act. We are dash to learn that the president has given assent to the act. ഈ ആക്ട് ഇവിടെ സ്മോൾ ലെറ്റർ ആക്ട് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. ഏതെങ്കിലും ആക്ട് എന്ന് പറഞ്ഞാൽ നിയമം അല്ലെങ്കിൽ ബില്ല്, അതിനാണ് ആക്ട്. ബില്ല് പ്രസിഡന്റിന്റെ സമ്മതം കിട്ടിയാൽ അത് ആക്ട് ആയി മാറും. ആക്ട്. അപ്പൊ we are grateful to learn, gratified to learn. We are gratified. Now we are satisfied. We are gratified to learn, അല്ലെങ്കിൽ we are happy to learn that the president has given his assent to the act. അവിടെ വേറൊരു വാക്ക് വരുന്നുണ്ട് ASSENT. അതുമായിട്ട് സിമിലർ ആയിട്ട് വേറെ വാക്കുണ്ട് ASCENT മുതലായ പല വാക്കുകളുണ്ട്. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഗ്രേറ്റ്ഫുളും ഗ്രാറ്റിഫൈഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇനി വേറൊന്ന്. He did not make a single dash to the examination results in his speech. He did not make a single dash to the examination results in his speech. അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഇല്യൂഷൻ, രണ്ടാമത് എല്യൂഷൻ. പിന്നെ ഇതും അത് തന്നെയാണ്. എനിക്ക് കൺഫ്യൂഷൻ ആകുന്ന വാക്കാണ് ILLUSION ഇല്യൂഷൻ, ALLUSION എല്യൂഷൻ. എന്താ എല്യൂഷൻ? അല്യൂഡ് ടു. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് സൂചിപ്പിക്കുക, സൂചന നൽകുക, അല്ല റെഫർ ചെയ്യുക. അതാണ് അല്യൂഡിന്റെ അർത്ഥം. അതേസമയം ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഹാലൂസിനേഷൻ ആണ് ഇല്യൂഷൻ. അതായത് യഥാർത്ഥത്തിന് വ്യത്യസ്തമായ ഒന്നാണ്. റിയൽ അല്ല, അൺറിയൽ ആണ് ഇല്യൂഷൻ. ഇവിടെ he did not make a single, ഇവിടെ എന്താ വേണ്ടത്? അല്യൂഷൻ. ആണ് റെഫറൻസ്. അല്യൂഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ടു. he did not make a single allusion to the examination results in his speech. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പരീക്ഷാ ഫലത്തെക്കുറിച്ച് ഒരു സൂചനയും നൽകിയില്ല. അല്ലെങ്കിൽ മലയാളത്തിൽ തർജ്ജമം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പരീക്ഷയെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വരിക. ഇനി അടുത്തത് the lawyer used many dash arguments which did not deceive the judge. അതായത് ലോയർ കുറെ ആർഗ്യുമെന്റ്സ് പറഞ്ഞു, കുറെ വാദം ഉന്നയിച്ചു. പക്ഷെ അതൊന്നും തന്നെ ജഡ്ജിനെ പറ്റിക്കാൻ പറ്റിയില്ല. അതായത് ഈ വക്കീൽ ഉന്നയിച്ച പല വാദമുഖങ്ങളും കൊണ്ട് ജഡ്ജിനെ പറ്റിക്കാൻ പറ്റിയില്ല. അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ്, പിന്നെയും തെറ്റിക്കുന്ന രണ്ട് വാക്ക്. SPECIOUS, SPACIOUS, സ്പീഷ്യസ്, സ്പേഷ്യസ്. നമ്മൾ സാധാരണ തെറ്റിക്കുന്ന വേറെ രണ്ട് വാക്കാണ്
ഇത് ഇല്യൂഷൻ മറ്റേ ഇല്യൂഷനേക്കാൾ കുറച്ചുകൂടി പ്രയാസമുള്ളതാണ്. സ്പീഷ്യസ്, സ്പേഷ്യസ്. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ, SPECIOS. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ അയഥാർത്ഥമായ, ഡൗട്ട്ഫുൾ, കള്ളം നിറയാനുള്ള സ്പീഷ്യസ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായ, സ്പേഷ്യസ് ഹാൾ. ദ ഹാൾ ഈസ് സ്പേഷ്യസ് എന്ന് പറയുന്ന അർത്ഥം ഈ ഹാൾ വളരെ വിശാലമാണ്, കുറെ കസേരയും മേശയൊക്കെ ഇവിടെ ഇടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ സ്പീഷ്യസും സ്പേഷ്യസും നമ്മുടെ വ്യത്യാസം. ഇനി use the idioms, phrases and sentences of your own to bring out their meaning clearly. Don't change the form of the words. ഉദാഹരണം, with impunity. with impunity എന്ന് പറഞ്ഞാൽ എന്താ? with impunity പറഞ്ഞാൽ with immunity. ഈ ഇൻസൾട്ടഡ് ദ ടീച്ചർ വിത്ത് ഇമ്മ്യൂണിറ്റി. അയാൾ ടീച്ചറെ ഇൻസൾട്ട് ചെയ്തു, പക്ഷെ അയാൾക്ക് ഒരു സിറ്റിംഗ് കിട്ടിയില്ല. വിത്ത് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ചില ആൾ പല നമ്മുടെ രാഷ്ട്രീയത്തിൽ പല ആളും പല കള്ളക്കളികളും കളിക്കുന്നുണ്ടല്ലോ. ആൻഡ് അത് ദേ എസ്കേപ്പ് വിത്ത് ഇമ്മ്യൂണിറ്റി. അവർക്കൊരു കുഴപ്പമില്ലാതെ അവർ രക്ഷപ്പെട്ടു പോകും. ആ വിത്ത് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടുന്നതിനാണ് ഇഡിയമാണ് വിത്ത് ഇമ്മ്യൂണിറ്റി. പിന്നെ വേറൊരു വാക്കുണ്ട്, യോമൻ സർവീസ്. YOMANSERVICE. യോമൻ സർവീസ് എന്ന സ്തുതിയർഹമായ സേവനം. സ്തുതിയർഹമായ സേവനം. ഉദാഹരണം, യാക്കൂബ് ഫൈസി ഉസ്താദ് ഹാസ് ബീൻ ഡൂയിങ് യോമൻ സർവീസ് ടു ഫേസ്. യോമൻ സർവീസ്. യോമൻ എന്ന് പറഞ്ഞാൽ സ്തുതിയർഹമായ, YOMAN. അത് വേറൊരു, അത് ഇഡിയമാണ്. വിത്ത് ഇമ്മ്യൂണിറ്റി യോമൻ അല്ല ഇഡിയമാണ്. അതുമാതിരി ഇവിടെ പറഞ്ഞ ലോവ്സ് ആൻഡ് ഫിഷസ്. ലോവ്സ് ആൻഡ് ഫിഷസ്. എന്താ ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറഞ്ഞാൽ മത്സ്യകഷ്ണോ അപ്പകഷ്ണോ അല്ല. ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറഞ്ഞാൽ റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പ്രതിഫലമായി കിട്ടുന്ന കാര്യങ്ങൾ. ലോവ്സ് ആൻഡ് ഫിഷസ് അല്ലെങ്കിൽ അതിന്റെ ഭൗതികമായ നേട്ടം. ലോവ്സ് ആൻഡ് ഫിഷസിന്റെ മലയാളം ഭൗതികമായ നേട്ടം. ഉദാഹരണം, ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. എന്റെ ഉദ്യോഗത്തിന് കിട്ടുന്ന ഭൗതികമായ നേട്ടത്തിലേക്ക് അദ്ദേഹം യാതൊരു പരിഗണനയും നൽകുന്നില്ല. അതിലെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾ സേവിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മളോ അതുമാതിരി ആനുകൂല്യങ്ങളോ കണ്ടുകൊണ്ടല്ല അദ്ദേഹം സിവിൽ സർവീസിൽ ചേർന്നത്. അപ്പൊ ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലോവ്സ് ആൻഡ് ഫിഷസ് ഓഫ് ഓഫീസ്. ലോവ്സ് ആൻഡ് ഫിഷസ് ഓഫീസ് ആണ്. അത് ഓഫീസിന്റെ മീനല്ല. ഫിഷസ് അവിടെ ഫിഷിന്റെ അർത്ഥം മീൻ, മത്സ്യമാണ്. പക്ഷെ ഇവിടെ ഡിഫറെന്റ് മീനിങ് ആണ്. ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലോവ്സ് ആൻഡ് ഫിഷസ് ഓഫ് ഓഫീസ്. ഇതാണ് ഇഡിയം എങ്ങനെ പ്രയോഗിക്കാനുള്ളത്. അടുത്തത് ഞാൻ സെലക്റ്റഡ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അത് സിവിൽ സർവീസിന്റെ കമ്പൽസറി ഇംഗ്ലീഷിന്റെ പേപ്പറിലാണ് കൂടിയാ പോകുന്നത്. ഇനി വേറൊന്ന്, റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ആഫ്റ്റർ മേക്കിംഗ് നെസസറി കറക്ഷൻസ്. ഡോണ്ട് മേക്ക് അൺനെസസറി ചേഞ്ചസ് ഇൻ ദ ഒറിജിനൽ സെന്റൻസ്. അവിടെ ഇമ്പോർട്ടന്റ്. ഡോണ്ട് മേക്ക് അൺനെസസറി ചേഞ്ച്. സെന്റൻസിന് ആവശ്യമുള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ പാടുള്ളൂ. അതിന് അടിമുടി മാറ്റേണ്ട ആവശ്യമില്ല. ഉദാഹരണം, the older the wine, the better it tastes. The older the better. The earlier the better. ഇത് ഒരു പ്രയോഗമാണ്. The earlier the better. The earlier എന്ന് പറഞ്ഞിട്ട് better വരുമ്പോൾ the better വരിക. The earlier the better. ഇവിടെ അത് തന്നെ. The older the wine, the better it tastes. അതായത് വൈനിന് പഴക്കം കൂടുന്തോറും അതിന്റെ ടേസ്റ്റ് കൂടും. അപ്പൊ the older the wine, the better it tastes അല്ല അവിടെ പ്രയോഗിക്കേണ്ട. അതാക്ക് എന്താ പറയാ? അതാ നമ്മുടെ എന്താ പറയാ? ദാ എന്ന് പറഞ്ഞാല് ഇൻഡെഫിനിറ്റ്, സോറി, ഈ ദാന്ന് രണ്ട്, മറ്റൊരു TH രണ്ടും ഒരേ തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നെ വരുന്ന വാക്കുകൾ അനുസരിച്ച് ദിയും ദയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് there are two types of articles, definite article and indefinite article. Indefinite article ഏതാണ്? A and an are indefinite articles. TH the or the is the definite article. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് definite article. The older the wine, the better it tastes. TH the definite article. ഇനി അടുത്തത്, he asked me what was my profession. അതെങ്ങനെ ചെയ്യും? He asked me what was my profession. He asked me what my was. He asked me ചോദിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ ആ സെന്റൻസിന്റെ ഘടന ഇങ്ങനെയായിരിക്കണം. He asked me what my profession അല്ല, what my profession was. ഇത് എന്തുകൊണ്ടാണ് മൈ പ്രൊഫഷൻ വാസ്? ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആസ്റ്റ് മീ വാസ് ഈസ് അല്ല. കാരണം ആസ്റ്റ് ആണ് ആദ്യത്തെ സെന്റൻസിലെ
വേർബ് എന്താണ്? ആസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടാമത്തതിലും പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം, വാസ് തന്നെ. ദെൻ അതാ നേരത്തെ ഞാൻ പറഞ്ഞ നേതാജി പാട്രിയറ്റ് ഓഫ് ദ കൺട്രി. എന്താ വേണ്ടത്? നേതാജി ഈസ് വൺ ഓഫ് ദ ബ്രേവസ്റ്റ് പാട്രിയറ്റ്സ് ഓഫ് ദ കൺട്രി. വൺ ഓഫ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ പ്ലൂരൽ വേർബ്, പ്ലൂരൽ വേർഡ്, പ്ലൂരൽ നൗൺ. അതായത് എസ് ബോയ്സ്, ഗേൾസ്, പാട്രിയറ്റ്സ്. ഓക്കെ, വേറൊരു നമ്മുടെ ഒരു സെന്റൻസ് ഉണ്ടാവും, അതിന് ആവശ്യമായ ക്വസ്റ്റ്യൻ ടാഗ്. നീ പോയി അല്ലേ, പോയില്ലേ എന്ന് ചോദിക്കുക. നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് നീ അവിടെ പോയി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അത് കുറച്ചുകൂടി നീ പോയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാ. ഷീ ഡസ് നോട്ട് നോ കുക്കിംഗ്. അപ്പൊ ഡസന്റ് ഷീ ശരിയാണോ? അല്ല, ഡസ് ഷീ എന്നാണ് പറയുന്നത്. അതായത് ഇത് ഡസ് നോട്ട് വരുമ്പോ ഇവിടെ ഡസ് ഷീ എന്നാ പറയുക. ഷീ ഡസ് നോട്ട് നോ കുക്കിംഗ്, ഡസന്റ് ഷീ അല്ല. വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡസ് നോട്ട് ഷീ എന്നല്ല എഴുതേണ്ടത്, ഡസ് DOES N പിന്നെ അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡസന്റ് ഷീ എന്നല്ലാതെ ഡസ് നോട്ട് ഷീ എന്ന്. ഡസ് നോട്ട് ഷീ എന്നതിന്റെ ചുരുക്കാണ് ഡസന്റ് ഷീ. പക്ഷെ ക്വസ്റ്റ്യൻ ഫോം ടാഗിൽ അതാണ് അങ്ങനെ ആയിരിക്കണം. ദെൻ supply the missing words again. The quarrel was unnecessary as they were making a dash out of a molehill. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു ഇഡിയം ആണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യേണ്ടത്. The quarrel was unnecessary as they were making എന്താണ്? A mountain out of a molehill. അതാണ് molehill. അനാവശ്യമായ കാര്യങ്ങൾ, അതായത് ഒരു നിസ്സാരമായ പ്രശ്നം വലിയ ഊതി വീർപ്പിക്കുക. അത് ആർക്കും ഒരാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടിയോ, അല്ലെങ്കിൽ ഒരാള് ജോലി നേടിയതുകൊണ്ട് അത് ആവശ്യത്തിന് നമ്മുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൺകൂന അല്ലെ ഉറുമ്പുകൂന, അതിന് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പർവ്വതം. അതായത് ഊതി വീർപ്പിക്കുക എന്നാണ്. മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നുള്ളതിന്റെ മലയാള പ്രയോഗം എന്താണ്? ഊതി വീർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ദ കസ്റ്റം ഓഫ് സതി വാസ് ഡൺ അവേ ഡാഷ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ദ കസ്റ്റം ഓഫ് സതി SAT എന്ന് പറഞ്ഞാൽ ഉടന്തടി ചാടല്. ഇറ്റ് വാസ് ഡൺ അവേ ഡാഷ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ്. ആ ഡൺ അവേക്ക് ശേഷം നമ്മൾ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. എന്താ അത്? WITH, വിത്ത്. ഡു അവേ വിത്ത്, ഡു അവേ വിത്ത്. ഡു അവേ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ എന്ന് വെച്ചാൽ യു ഷുഡ് ത്രോ ഔട്ട് യുവർ ബാഡ് ഹാബിറ്റ്സ്, ഓർ യു ഷുഡ് desist from continuing bad habits. So done away with during the British. ഇനി വേറൊന്ന്, ഓൺസ് ഓൺ ട്രംപറ്റ്. ബ്ലോ ഓൺസ് ഓൺ ട്രംപറ്റ് എന്നുള്ളത് വേറൊരു പ്രയോഗമാണ്. ബ്ലോ ഓൺസ് ഓൺ ട്രംപറ്റ്? സ്വന്തം നേട്ടങ്ങൾ ഊതി വീർപ്പിച്ച് പറയാം. A person who is blowing his own trumpet is called തന്നെപ്പൊക്ക്. മലയാളത്തിൽ തന്നെപ്പൊക്ക്. സ്വന്തം കാര്യങ്ങൾ, സ്വന്തം നേട്ടങ്ങൾ ഞാൻ വലിയ ആളാണ്, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നേട്ടങ്ങൾ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് പറയുന്ന സ്വഭാവത്തിനാണ് എന്ത് പറയാ? ബ്ലോയിങ് ഓൺസ് ഓൺ ട്രംപറ്റ്. ബ്ലോയിങ് ഓൺസ് ഓൺ ട്രംപറ്റ്. അപ്പോ one should not always blow one's own trumpet. TRUMPET, ട്രംപറ്റ് മേജർ എന്നുള്ള പുസ്തകത്തിലൊക്കെ TRUMPET, ട്രംപറ്റ്. One should not always blow one's own. ഇനി അടുത്തത്, use the correct forms of the verbs in brackets. Again, bread and butter dash is usual breakfast. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകൾ 1+1 ഡാഷ്. 1+1 നമ്മൾ എന്താ ഉപയോഗിക്കുക? ഏത് ടെൻസ് ഉപയോഗിക്കുക? ബിയിൽ ഏത് ഫോം ഉപയോഗിക്കുക? പ്ലൂറൽ ഫോം ഉപയോഗിക്കുക. 1+1 അത് ബോയ് ആൻഡ് ഗേൾ. ബോയ് ആൻഡ് ഗേൾ ഈസ് അല്ല, ബോയ് ആൻഡ് ഗേൾ ആർ വേറെ എന്ന് പറയാം.
അല്ല ബോയ് ആൻഡ് ഗേൾ ഈസ് എന്ന് പറയില്ല. പക്ഷെ ചില പ്രയോഗങ്ങളിൽ അത് ഉറച്ചുപോയ പ്രയോഗങ്ങളാണ്. ആ പ്രയോഗങ്ങളിൽ എപ്പോഴും എന്താണ് ബീന്റെ സിംഗുലർ ഫോം ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് വേറെ ഉദാഹരണം ടൈം ആൻഡ് ടൈഡ്. വെയിറ്റ് ഫോർ നോ മാൻ ആണോ? അല്ല, വെയിറ്റ്സ് ഫോർ നോ മാൻ. അതുമാതിരി ഒരു പ്രയോഗമാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഓർ വാസ് ഈസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ആകാം വാസ് ആകാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ആറോ വേറോ ആകാൻ പാടില്ല. ഇനി when I came out of the building I saw that it rained. ഇതിവിടെ building that it bracket rain. When I came out of the building I saw that it dash rain. അത് ഞാൻ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്ന് പുറത്ത് മഴ പെയ്യായിരുന്നു. എങ്ങനെ ഉപയോഗിക്കാം? When I came out of the building I saw that it was raining. I saw that it was എന്ന് പറയില്ല, it was കണ്ടിന്യൂസ് ആണത്. When I came out of the building I saw that it was raining എന്ന് പറയും. Then വേറൊന്ന് I dash for you since 10 o'clock. അവിടെ വെയിറ്റ് ആണ് ബ്രാക്കറ്റിൽ വെക്കുന്നത്. I dash for you since 10 പ്രയോഗവും ഒരു പെർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞാൽ എന്താണ് സിൻസ് ഉപയോഗിക്കുക. അതാണ് സിൻസ് 10 o'clock. ഒരു അവർ എന്ന് പറയാം 4 hour എന്ന് പറയാ, സിൻസ് 10 o'clock. 4 hour ബട്ട് സിൻസ് 10 o'clock. ഇവിടെ ഉപയോഗിച്ച വാക്ക് വെയിറ്റ് ആണ്. അപ്പൊ എന്ത് പറയും? I have been waiting for you. I has been 10 o'clock. ഇനി വെയിറ്റും അവൈറ്റും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കുക. വെയിറ്റ് വേറെ അവൈറ്റ് ഉണ്ട്. ആ വെയിറ്റിംഗ് ഫോർ പറയും, അവൈറ്റിംഗ് ഫോർ ഇല്ല. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, താങ്കളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ അവൈറ്റ് പറയുമ്പോൾ എന്താ പറയുക? അവൈറ്റിംഗ് യുവർ റിപ്ലൈ. അവൈറ്റ് ഈസ് നോട്ട് ഫോളോഡ് ബൈ ഫോർ, ബട്ട് വെയിറ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഫോർ. ഇനി റൈറ്റ് ദ ആന്റോണിംസ് ഓഫ് ദ ഫോളോയിങ്. അത് എതിർവാക്ക് വീണ്ടും. അത് ചില ഉദാഹരണം അമേച്വർ, AMATEUR. എന്താ അമേച്വറിന്റെ എതിർവാക്ക്? AMATEUR, അമേച്വർ. സാധാരണ നാടകത്തിലൊക്കെ പ്രൊഫഷണലൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ഇത് അമേച്വർ എന്ന് പറയുന്നത്. എന്താ അമേച്വറിന്റെ എതിർവാക്ക് എന്താണ്? അമേച്വർ നാടകങ്ങൾ എന്ന് പറയും. അതിന്റെ എതിർവാക്ക് എന്താണ്? പ്രൊഫഷണൽ. അമേച്വർ ഇമ്മേച്വർ ഒന്നുമല്ല. അമേച്വറിന്റെ എതിർവാക്ക് പ്രൊഫഷണൽ. പ്രൊഫഷണൽ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറയും. പ്ലെയർ, അമേച്വർ പ്ലെയർ എന്ന് പറയും. അമേച്വർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അമേച്വർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ ജോലി. അമേച്വർ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അമേച്വർ പ്ലെയർ എന്ന് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാള് ഈ നടന്റെ ജോലി പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അയാളുടെ സൗകര്യത്തിന് വേണ്ടി സ്വയം ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആളാണ് അമേച്വർ. പക്ഷെ ഇതൊരു പ്രതിഫലം, ഒരു ജോലിയായി കൊണ്ടുപോകുന്ന ആൾക്കാരെന്ന് പറയും പ്രൊഫഷണൽ. ഈസ് എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. ഓപ്പോസിറ്റ് ടു ഈസ് എൻ അമേച്വർ ആർട്ടിസ്റ്റ്. ദെൻ NLY, ഹെവൻലി എന്ന് പറഞ്ഞാൽ സ്വർഗീയം. അതിൽ ഹെവൻലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹെല്ലിലി അല്ല, ഹെല്ലിഷ്. HELLISH. ഹെവൻലിന്റെ ഓപ്പോസിറ്റ് ഹെല്ലിഷ് എക്സ്പീരിയൻസ്. ദെൻ വെർട്ടിക്കൽ. വെർട്ടിക്കലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻവെർട്ടിക്കൽ അല്ല, ഹോറിസോണ്ടൽ. വെർട്ടിക്കൽ അത് ആന്റോണിമീസ് ഹോറിസോണ്ടൽ. ശരി, ഇനി വേറൊരു വാക്ക്. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ആസ് എ ഡയറക്ടർ വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ഒരു സെന്റൻസ് ചെയ്ത് ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഈസ് ടു ഒബിയസ് ടു റിക്വയർ എനി പ്രൂഫ്. ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഈസ് ടു ഒബിയസ് ടു റിക്വയർ എനി പ്രൂഫ്. ഇവിടെ സത്യത്തിന് ഒരു തെളിവൊന്നും ആവശ്യമില്ല, അത്രമാത്രം അത് സുതാര്യമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ടു മാറ്റിയാൽ എന്ത് വരും? സോ ദാറ്റ് നോട്ട് വരും. The truth of the matter is so obvious that it does not require any proof. The truth of the matter is so obvious that it does not require any proof. എന്തുകൊണ്ടാണ് ഡസ് നോട്ട് ഒരു did not പറഞ്ഞു തിരുത്തി? എന്തുകൊണ്ട് did not അല്ലാത്തത്? കാരണം the truth of the matter is so obvious that it does not require any proof. Is ആവുമ്പോൾ does not വരും. Change into indirect speech. Radhika says, I have pain in my knee. Radhika പറയുന്നു. ഇൻഡയറക്ട് സ്പീച്ച്, ഡയറക്ട് സ്പീച്ച് എന്ന് പറയണം. അത് രാധിക സേസ് എന്ന് പറഞ്ഞിട്ട് കോമ, പിന്നെ ഇൻവേർട്ടഡ് കോമ, I have pain in my knee. അതായത് അപ്പൊ രാധിക സേസ്. അപ്പൊ രാധിക said that
ഐ എന്താകും മാറും ഷീ ആകും. രാധിക ആകുമ്പോൾ അതെന്താകും ഷീ ഹാഡ് എ പെയിൻ ഇൻ her knee. She had a pain in her knee. Radhika said that. Said in relation that comma inverted comma പോയി. അതാണ് റിപ്പോർട്ടർ സ്പീച്ച്. രാധിക says I have a pain in my knee എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് ഡയറക്ടർ സ്പീച്ച്. രാധിക പറയുന്നത് നമ്മുടെ അതേമാതിരി എടുത്തു വന്നുമ്പോൾ അതിനെന്താ പറയുക? ഡയറക്ടർ സ്പീച്ച്. അത് നമ്മുടെ വാക്കിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ രാധിക എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ വേറെ ആളോട് പറയുമ്പോൾ അതെന്തായി മാറി? റിപ്പോർട്ടഡ് സ്പീച്ച്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാണ് വേറെയാക്കി. അപ്പൊ എന്ത് പറയും? രാധിക said that. ഈ ഐ എന്തായി മാറും? രാധിക സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഐ ദാറ്റ് ഐ ഹാവ് എന്തായി മാറും? ഹാഡ്. ബിക്കോസ് രാധിക സെഡ് ദാറ്റ് ഐ ഹാഡ് പെയിൻ ഇൻ മൈ നീ എന്ന് പറഞ്ഞാൽ മൈ എന്ന് പറഞ്ഞാൽ രാധികയുടേതാണ്. ഇത് ഞാൻ പറയുമ്പോൾ മൈ എന്ന് പറയാൻ പറ്റില്ല. ഇൻ ഹെർ നീ മൈ എന്തായി മാറും? ഹെർ ആയി മാറും. ഓക്കെ. പറഞ്ഞു ദ പ്രിസണർ വാസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട്. ദ പ്രിസണർ വാസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട്. കോടതി തടവുകാരനെ സ്വതന്ത്രനായി വിട്ടു. വോയിസാണ് ദ പ്രിസണർ വാസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട്. എന്തുകൊണ്ട്? പാസീവ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിൽ എന്താണ്? ദ സബ്ജക്ട് ആക്ട് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ്. ദ സബ്ജക്ട് വേറൊരാളെ ആക്ഷന് സബ്ജക്ട് വിധേയനാകുന്നത് പാസീവ് വോയിസ്. അപ്പൊ ഇവിടെ ദ പ്രിസണർ വാസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട് എന്ന് പറഞ്ഞാൽ ദ കോർട്ട് സെറ്റ് ദ പ്രിസണർ ഫ്രീ. ദ കോർട്ട് സെറ്റ് ദ കട്ട് 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 എന്ന് പറഞ്ഞത് സെറ്റ്. അങ്ങനെ കുറെ വാക്കുണ്ട്. സെറ്റ് സെറ്റ് കട്ട് കട്ട്. നമ്മൾ അതുമാതിരി സെറ്റിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിളും സെറ്റ് തന്നെയാണ്. ഇവിടെ സെറ്റ് ഉപയോഗിച്ചത് പാസീവ് വോയിസ്. സെറ്റ് ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ദ പ്രിസണർ വാസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട്. ദ കോർട്ട് സെറ്റ് ദ പ്രിസണർ ഫ്രീ. പറഞ്ഞു ഹി വാസ് ഇൽ. അയാൾക്ക് നല്ല സുഖമില്ല. ഹി കെയിം ടു സ്കൂൾ. പക്ഷെ അയാൾ സ്കൂളിൽ വന്നു. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യണം. ഇത് രണ്ട് സെന്റൻസ്, രണ്ട് സിമ്പിൾ സെന്റൻസ്, സെപ്പറേറ്റ് സെന്റൻസ് ആണ്. ഹി വാസ് ഇൽ ഒരു സെന്റൻസ്, ഹി കെയിം ടു സ്കൂൾ വേറെ സെന്റൻസ്. ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്യും? റീറൈറ്റ് ആസ് വൺ സെന്റൻസ് ബിഗിനിങ് വിത്ത് ഡെസ്പൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെസ്പൈറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഡെസ്പൈറ്റ് വന്നു. ഡെസ്പൈറ്റ് എന്താണ്? ഒരു സിംഗുലർ സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഡെസ്പൈറ്റ് പോയിട്ടുള്ളത്. ഹി വാസ് ഇൽ, ഹി കെയിം ടു സ്കൂൾ. Despite his illness, he came to school. Despite he was ill, he came to school. Despite his illness, he came to school. Or in spite of his illness, he came to. Despite he was ill, he came to school. Despite is not followed by of. പക്ഷെ in spite is always followed by of. അതാണ് in spite of despite നമ്മളുടെ വ്യത്യാസം. Then വേറൊരു സെന്റൻസ് ഇവിടെ ഇല്ലാത്താണ്. അതായത് ഫാസ്റ്റില് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന് ആദ്യം, മറ്റേത് രണ്ടാമത്. അപ്പോ ആദ്യം സംഭവിക്കുന്നത് പാസ്റ്റ് ടെൻസില്, രണ്ടാമത് സംഭവിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഉദാഹരണമായിട്ട് when I reached the railway station, the train left. When I reached the railway station, the train left. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും തന്നെ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞിരിക്കും. അപ്പോൾ when I reached the railway station, the train had already, so train had left. അവിടെ reached had left. ഇനി ഇത് ഇവിടെ എന്താണ് കൺഫ്യൂഷൻ ആവുന്ന വേറെ സെന്റൻസ്, വേറെ രണ്ട് വാക്കുകൾ, DOE ഡോ, പിന്നെ DOES ഡഫ്. ഇത് നമ്മളുടെ വ്യത്യാസം. ഇത് ഡോ എന്ന് പറഞ്ഞാൽ മാൻ, ആ മാൻ വിഭാഗത്തിൽപ്പെട്ട സാധനമാണ് ഡോ, ആ മൃഗാണ്. ഡഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡഫ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഇതാണ് ഡഫ് എന്ന് പറയുന്നത്. ഈ റാൻ ലൈക്ക് ഡോ ത്രൂ ദ ഫോറസ്റ്റ്, DOE ആ പറയുക, DOGH അല്ല. പിന്നെ ടീച്ചർ സ്റ്റുഡൻസ് ഇവിടെ ബൈ ഹാർട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ബൈ ഹാർട്ട്, ബൈ റോട്ട് എന്ന് പറയുക. ബൈ ROTE അല്ലാതെ WROT അല്ല. WRIT റൈറ്റിന്റെ പാസ്റ്റൻസ് ആണ് റോട്ട്. പക്ഷെ ROT എന്നുള്ള പ്രത്യേക വാക്കാണ്, പക്ഷെ അതേ ഉച്ചാരണമാണ്. അപ്പൊ റോട്ട്, ബൈ റോട്ട്. ഓക്കെ. Then Indians were determined to throw away the dash of foreign rule. Indians were determined to throw away the dash of foreign rule. അവിടെ ബ്രാക്കറ്റ് കൊടുത്ത രണ്ട് വാക്കാണ്
YOLK യോക്ക്, യോൾക്ക് YOK യോക്ക്. യോൾക്ക് എന്ന് പറയുന്നത് എന്താണത്? ആ മുട്ടയുടെ ഇത് വെള്ള എന്ന് പറഞ്ഞാൽ അതാണ് യോൾക്ക്. അതേസമയം യോക്ക് എന്ന് പറഞ്ഞാൽ നുകം എന്നൊക്കെ നമ്മുടെ കഴുത്തിൽ വെക്കുന്ന അതാണ്. അപ്പൊ ഇവിടെ എന്താ ശരിയായ പ്രയോഗം? ഇന്ത്യൻസ് ത്രോ അവേ ദ ഫോറിൻ യോക്ക്. ഫോറിൻ യോക്ക് അതായത് വൈദേശിക നുകം വലിച്ചെറിയാൻ ഇന്ത്യക്കാർ തീരുമാനിച്ചു. After his morning prayers, the priest remained for IDOL, idle. രണ്ട് വാക്കുണ്ട്, ഇതിന് വേറെയും കുറെ വാക്കുണ്ട് ഐഡിൽ കൊണ്ട്. IDLE, idle, IDAL, ideal, IDOL, idle. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇവിടെ ഐഡിയൽ അല്ലെങ്കിൽ ഐഡൽ. ഏത് ഐഡൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് പറയുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ജോലി ഒന്നും ചെയ്യാതിരിക്കാനുള്ള. മടിയനായില്ല, മടിയൻ എന്ന് പറയണമല്ല, ഒന്നും ചെയ്യാതിരിക്കുക, മടിയനാകാം അല്ലാതെ ആകാം. അത് ആഫ്റ്റർ ഹിസ് മോർണിംഗ് പ്രേയേഴ്സ് ദ പ്രീസ്റ്റ് റിമൈൻഡ് ഐഡിൽ, IDLE. അതിന് വേറൊന്നോ, ദ ഹണ്ടർ കിൽഡ് ദ ബേർഡ് സിറ്റിംഗ് ഓൺ ദ BOWBOUGH. രണ്ട് വാക്ക്, രണ്ട് ബോ തന്നെയാണ്. ഒന്ന് BOW, രണ്ട് BOGH. ഏതാ ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? BOUGH, ബോ. മറ്റേ ബോ എന്താണ്? ബോ ആൻഡ് ആരോ, അതിലെ ബോ ആണ് മറ്റത്. ശരി, ഇനി ഒരു പ്രയോഗം കൂടി. യൂസ് ദ ഫോളോയിങ് ഇഡിയംസ്, ഫ്രേസസ് ഇൻ സെന്റൻസസ് ഓഫ് ഓൺ ടു ബ്രിങ് ഔട്ട് ദർ മീനിങ് ക്ലിയർലി. ഡോണ്ട് ചേഞ്ച് ദ ഫോം ഓഫ് ദ വേർഡ്സ്. ദെൻ ഒന്ന് വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ തേടി നടക്കലാണ് വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് ചേസ്. To seek communalism in Aisha Sultan's behavior is like a wild goose chase. അവരുടെ ബിഹേവിയറിൽ കമ്മ്യൂണിസം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് വൈൽഡ് ഗൂസ് ചേസ്. വാസ്തവത്തിൽ ഇല്ലാത്തതിനെ തേടി നടക്കലാണ് വൈൽഡ് ഗൂസ് ചേസ്. പിന്നെ ഒന്ന് ക്രോക്കോഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീർ. മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മുനാഫിക്കിന്റെ ലക്ഷണമാണ് മുതലക്കണ്ണീർ പൊഴിക്കുക എന്നുള്ളത്. നമുക്ക് വാസ്തവത്തിൽ ദുഃഖമില്ല, പക്ഷെ നമ്മൾ ദുഃഖം പ്രകടിപ്പിക്കും. ദുഃഖം ഇല്ലാത്ത സ്ഥലത്ത് ദുഃഖം പ്രകടിപ്പിക്കും. ഷെഡിങ് ക്രോക്കോഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീർ മലയാളത്തിൽ എന്ത് പറയും? മുതലക്കണ്ണീർ ഒഴിക്കുക. പിന്നെ സീ ചേഞ്ച്, SEACHANG, അത് മറ്റൊരു ഇഡിയമാണ്. സീ തറവ് ചേഞ്ച്. ദ ഗവൺമെന്റ് വാണ്ട്സ് ടു മേക്ക് സീ ചേഞ്ച്. ദ ഗവൺമെന്റ് വാണ്ട്സ് ടു മേക്ക് സീ, കടൽ മാറ്റല്ല, സീ തറവ് ചേഞ്ച്, കംപ്ലീറ്റ് ചേഞ്ച്. അതാണ് മറ്റൊരു പ്രയോഗം. അവിടെ തന്നെ ഉപയോഗിച്ച മറ്റൊന്നാണ് ഫൂൾസ് പാരഡൈസ്. സ്വർഗം. ഈസ് റിമൈനിങ് ഇൻ ഫൂൾസ് പാരഡൈസ്. ദെൻ ഇനി ഒരു പേപ്പറും കൂടി നോക്കിയിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഇതിലുള്ളത് rewrite the following sentence after making necessary corrections. Don't make unnecessary changes in original sentence. He enjoyed during the holidays. He enjoyed during the holidays. എന്താ കുഴപ്പം? ഒറ്റ നോട്ടത്തിൽ ഒരു തകരാറില്ല. He enjoyed during the holidays. He enjoy is always followed by himself or oneself. He enjoyed himself during the holidays. He enjoyed himself during the holidays. പിന്നെ the man who knocked at the door was stranger. The man who knocked at the door was stranger. അവിടെ എന്താ ഉപയോഗിക്കേണ്ട വാക്ക്? Was a stranger. The man who knocked at the door was a stranger. അവിടെ എ എന്നുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. Then ഇനി വേറെ ഉള്ളത് ബിസൈഡ്സ് ക്ലോസ് ദ ഷോപ്പ് കീപ്പർ ഡീൽസ് വിത്ത് കോസ്മെറ്റിക്സ് ടു. നമ്മൾ സാധാരണ തെറ്റിക്കുന്ന രണ്ട് വാക്കാണ് ബിസൈഡ്സും ബിസൈഡും. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ അഡീഷൻ ടു, അതിന് കൂടാതെ ഇത് എന്നാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ് ഇസ് ബെഡ്, ബെഡിന്റെ സൈഡ്. ബിസൈഡ്സ് ആണ് ഇൻ അഡീഷൻ ടു. ഈ നോസ് ഇംഗ്ലീഷ് ബിസൈഡ്സ് മലയാളം എന്നുവെച്ചാൽ ഇംഗ്ലീഷിന്റെ കൂടെ ആക്കി മലയാളം പറയാം. ബിസൈഡ്, ബിസൈഡ്സ് നമ്മുടെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ബിസൈഡ്, ബിസൈഡ്സ്. ദെൻ ബിസൈഡ്സ് ക്ലോസ് ദ ഷോപ്പ് കീപ്പർ ഡീൽസ് വിത്ത് കോസ്മെറ്റിക്സ് ടു. ആ ടു എന്നുള്ള വാക്ക് അവിടെ വേണ്ട. ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ബിസൈഡ്സ് തന്നെയാണ്. ഇതിന് അത് പ്രകാരം അതുകൂടാതെ ഇത് എന്നുള്ളതാണ് ടു അവിടെ പ്രയോഗം. TOO. ടുവിന് വേറൊരു പ്രയോഗമുണ്ട്, TOO എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ അതും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബിസൈഡ്സ് ക്ലോസ് ദ ഷോപ്പ് കീപ്പർ ഡീൽസ് വിത്ത് കോസ്മെറ്റിക്സ് മാത്രം മതി, ഫുൾ സ്റ്റോപ്പ്. ആ ടു അവിടെ വേണ്ട. ദെൻ
The more you read, less you understand. More you read, less you understand. The less. The more you read, the less you understand. Any word supply the missing words. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില പ്രയോഗങ്ങൾ. അതിൽ ടു സീനിയർ, ഞാൻ നേരത്തെ പറഞ്ഞു സീനിയർ ജൂനിയർ ഇതിൽ ഓൾവേസ് ഫോളോഡ് ബൈ ടു. ഹീസ് ജൂനിയർ ടു മീ, ഹീസ് സീനിയർ ടു മീ. ഇവിടെ മിസ്റ്റർ ശർമ്മ is senior to Mr. Verma. Mr. Sharma is senior dash to Mr. Verma, senior to Mr. Verma. Then he is dash poor to afford traveling by air. അതായത് എന്താ ഉപയോഗിക്കണം? Too poor to afford traveling by air. He is ബൈ എയറിനുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. ഓൺ എയർ അല്ല, ബൈ എയർ ആണ്. ബൈ എയർ എന്ന് പറഞ്ഞാൽ ഓൺ പ്ലെയിൻ, ബൈ പ്ലെയിൻ. മോർ ദാൻ 160 million people suffer dash malaria. നേരത്തെ പറഞ്ഞു തന്നെയാണ്, സഫർ ഫ്രം മലേറിയ. Beware dash pickpockets. Beware is always followed by of. OFF അല്ല, OF. Beware of pickpockets. പോക്കറ്റ് അടിക്കാരെ ശ്രദ്ധിക്കുക. പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞ ടൈം ആൻഡ് ടൈഡ്, വെയിറ്റോ വെയിറ്റ്സോ. ടൈം ആൻഡ് ടൈഡ്, വെയിറ്റ്സ് ഫോർ നോ മാൻ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ മാതിരിയാണ് ടൈം ആൻഡ് ടൈഡ്. Then use the correct forms of the verbs given in brackets. Your friends dash for you for over an hour. Bracket wait. So your friends have been waiting for you for an hour. Since your friends have been waiting for you since 10 o'clock. For an hour since 10 o'clock. It is not worth so much money for this concert. It is not worth a day so much money for this concert. ഇത്രയധികം പൈസ ഈ സംഗീത പരിപാടിക്ക് ഇത്രയധികം പൈസ കൊടുക്കണ്ടില്ല. The game is not worth the candle. The game is not worth the candle എന്ന് വെച്ചാല് കൊടുത്ത പൈസ മുതലാമാണത്. അതുമാതിരി തന്നെയാണ് ഇവിടെ. It is not worth paying so much money for this concert. It is not worth paying, worth going, worth paying. WRTH. Then when I reached the train, ഞാൻ നേരത്തെ പറഞ്ഞു, when I reached the station, the train bracket leave. The train had left. Train പോയി. അപ്പൊ ആദ്യം എന്താ ഇത്? ആദ്യം ട്രെയിൻ പോയി, പിന്നെ ഞാൻ അവിടെ എത്തി. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പക്ഷെ രണ്ടാമത് നടന്നത് പാസ്റ്റ് ടെൻസ്. When I reached the station, the train had already left. അല്ലെങ്കിൽ train had left. And then I dash Taj Mahal last month. Bracket visit. I have visited Taj Mahal last month എന്ന് പറയൂ? പറയില്ല. എന്തുകൊണ്ട് പറയില്ല? കാരണം ഹാവ് എന്നുള്ളത് പ്രസന്റ് ആണ്, ലാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഐ വിസിറ്റഡ് ദ താജ് മഹൽ ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് വന്നതുകൊണ്ടാണ് ഐ ഹാവ് വിസിറ്റഡ് വരാത്തത്. ഐ വിസിറ്റഡ് താജ് മഹൽ ലാസ്റ്റ് മന്ത്. Then write the antonyms of the following. വീണ്ടും എന്താണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇത്തരം ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുന്നത് കൊണ്ട് മാത്രം. റൈറ്റ് ദ ആന്റോണിംസ് ഓഫ് ദ ഫോളോയിങ്. എതിർവാക്ക് എഴുതുക. ഒന്ന് അറൈവൽ. അറൈവലിന്റെ ഓപ്പോസിറ്റ് എതിർവാക്ക് എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന അറൈവൽ, ഡിപ്പാർച്ചർ. അറൈവൽ ലോഞ്ച്, ഡിപ്പാർച്ചർ ലോഞ്ച്. രണ്ട് ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രോവേർട്ട്. ഈ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിയുന്നവൻ, എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പുറമെ എല്ലാം പറഞ്ഞു നടക്കുന്നവൻ. അപ്പോ ഇൻട്രോവേർട്ട് ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രോവേർട്ട്. ദെൻ അസെൻഡ്, ASCND. അസെൻഡ് എന്ന് പറഞ്ഞാൽ കയറി പോവുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇറങ്ങി വരിക, ഡിസെൻഡ്, DSCND. ദെൻ സേവ്. സേവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സേവ്, ഡിസ്ട്രോയ്. സേവ് രക്ഷിക്കുക, ഡിസ്ട്രോയ് നശിപ്പിക്കുക. ഇമോർട്ടിയാൽ മതി, പക്ഷേ IMM ഉണ്ട്, ഇമോർട്ടൽ. ദെൻ അവസാനത്തെ ഇത് റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ആസ് ഡയറക്റ്റഡ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ഒരു ഉദാഹരണം, ഈസ് ടു അറഗന്റ് ടു ലിസൺ ടു അഡ്വൈസ്, ചേഞ്ച് ഇൻ ടു എ കോംപ്ലക്സ് സെന്റൻസ്. അതിനിടയ്ക്ക് ഇത് ബന്ധമില്ലാത്തൊരു കാര്യം പറയാ. അഡ്വൈസ്, ADVIC. അഡ്വൈസ്, ADVISC. അഡ്വൈസ്. അഡ്വൈസ് എന്താണ്? CE, ADVICE, ഉപദേശം.
ഇനി അഡ്വൈസ് ഉപദേശിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ADVISE, അഡ്വൈസ്. ഓക്കെ, ഇവിടെ പറഞ്ഞ ഈസ് ടു അറഗന്റ് ടു ലിസൺ ടു അഡ്വൈസ്. ഈ സോ അറഗന്റ് ദാറ്റ് he could not listen to, or he did not listen to advice. He is too arrogant to listen to advice. He is too arrogant that he does not listen to advice. എന്തുകൊണ്ടാണ് does not? ഞാൻ നേരത്തെ did not പറയുന്നത് തെറ്റാണ്. He is too arrogant ഉള്ള ഒന്നാമത്തെ വാക്കിലെ is എന്താണ് സിംഗുലർ ആയതുകൊണ്ട് he is too arrogant. He is so arrogant. He said to me, what is your name? അതെന്താണ്? He said to change into indirect speech. ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. He said to me, what is your name? എന്താണ്? ഒറ്റ വാക്കി പറയാം, he asked my name. He said to me, what is my name എന്നുള്ള ഡയറക്റ്റ് സ്പീച്ച് ആണ് he asked my name എന്ന് പറയാം. നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ അതേമാതിരി he asked me what my name was എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. he asked my name എന്ന് പറഞ്ഞാൽ അത് അയാൾ എന്റെ പേര് ചോദിച്ചു, അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. My mother asked me if I had finished my breakfast. Change into direct speech. My mother asked me if I had finished my breakfast. ഇത് ഏത് സ്പീച്ച് ആണ്? ഇത് റിപ്പോർട്ടഡ് സ്പീച്ച്. അത് ഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റണം. എന്ത് വേണം? My mother asked me, inverted commas, have you finished your breakfast? If I had finished my breakfast, mother ആകുമ്പോ ഞാനല്ല, നീയാണ്. അപ്പോ my mother asks me, inverted commas, have you finished your breakfast? അല്ലാതെ my breakfast അല്ല. മൈ എന്ന് പറയുമ്പോൾ മദറിൻ്റെതാവും, ഇവിടെ യുവർ എന്ന് പറഞ്ഞാൽ എൻ്റെത്. ഓക്കെ, then my pocket has been picked. Change into active voice. has been picked by someone. പക്ഷെ അവിടെ ആരാ? അങ്ങനെയുള്ള സ്ഥലത്ത് my pocket has been picked. Somebody has picked my pocket. അവിടെ somebody വരും. Then to the best of my knowledge he is a vegetarian. അവിടെ to the best of my knowledge, ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അതിന്റെ ഇംഗ്ലീഷ് ആണ് to the best of my knowledge. To the best of my knowledge he is a vegetarian. The beginning of the sentence with as far as, to the best മാറ്റുന്നത് as far as I know he is a vegetarian. As far as I know he is a, എന്തുകൊണ്ട് I know, I knew എന്തുകൊണ്ട് വരാത്തത്? Because he is a vegetarian. he is ആയതുകൊണ്ട് as far as I know he is a vegetarian. സർ, നമ്മുടെ സമയം ആകാൻ പോകുന്നു, ഞാൻ നിർത്താൻ പോവുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ഉദ്ഘാടനം കൊണ്ട് നിർത്തുമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഇത് ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ടെസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ പ്രാവീണ്യം നേടണമെങ്കിൽ ഒരു വർക്കിംഗ് നോളജ് ഉണ്ടാണെങ്കിൽ ഇത്രയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാധാരണ ആൾക്കാർ ചെന്ന് ചാടുന്ന ചില ഫിറ്റ് ഫാൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഭംഗിയായി ശ്രദ്ധിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ കാലത്തെ അത് വർത്തുവയിലാക്കി മാറ്റണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.